ഇന്ത്യയിൽ നിന്നുള്ള ചില മസാല ബ്രാൻഡുകൾക്ക് സിംഗപ്പൂരും ഹോങ്കോങ്ങിലും വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് സുഗന്ധവ്യഞ്ജന വിപണിയിൽ മടുപ്പുണ്ടായതായി റിപ്പോർട്ടുകൾ. ജാതിക്ക, ജാതിപത്രി, ഗ്രാമ്പൂ തുടങ്ങിയവയുടെ വിലയിലാണ് കഴിഞ്ഞയാഴ്ച മടുപ്പ് അനുഭവപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മസാല നിർമ്മാതാക്കളിൽ നിന്നുള്ള ഡിമാൻഡിൽ ഗണ്യമായ കുറവാണ് അനുഭവപ്പെട്ടത്. അനുവദനീയമായ അളവിൽ കവിഞ്ഞ് കീടനാശിനിയുടെ അംശമുണ്ടെന്ന് ആരോപിച്ചാണ് സിംഗപ്പൂരിന്റെയും ഹോങ്കോങ്ങിന്റെയും നടപടി. മറ്റു രാജ്യങ്ങളെയും സമാന നടപടിക്ക് പ്രേരിപ്പിച്ചേക്കുമോ എന്ന ആശങ്കയുണ്ട്. കൂടുതൽ ബ്രാൻഡുകൾ വിലക്കപ്പെടുമോ എന്ന ആശങ്കയും ഇല്ലാതില്ല. ഇതാണ് മസാല നിർമ്മാതാക്കളെ സുഗന്ധവ്യഞ്ജന സമാഹരണത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് പിന്തിരിപ്പിക്കുന്നത്. അതേസമയം എഥിലിൻ ഓക്സൈഡ് ഉപയോഗിച്ച് സംസ്കരിച്ച സുഗന്ധവ്യഞ്ജനങ്ങൾ ഹാനികരമല്ലെന്ന് അമേരിക്കൻ സ്പേസ് ട്രേഡ് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് മസാല നിർമ്മാതാക്കൾക്ക് ആശ്വാസകരമായിട്ടുണ്ട്. US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, US എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി എന്നിവയെ ഉദ്ധരിച്ചുകൊണ്ടാണ് അസ്റ്റയുടെ വിശദീകരണം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിലും ഉപഭോഗത്തിലും കയറ്റുമതിയിലും ഒന്നാം സ്ഥാനമുള്ള രാജ്യമാണ് ഇന്ത്യ. 2022-23 $400 കോടി അതായത് 34,000 കോടിയോളം രൂപയുടെ സുഗന്ധവ്യഞ്ജനങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തത്. കഴിഞ്ഞ മാസം റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്ന കൊക്കോ വിലയിലും വൻ ഇടിവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ന്യൂയോർക്ക് ഇന്റർനാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ജൂലൈ അവധി വില ടണ്ണിന് $8,635 താഴ്ന്നു. ഏപ്രിൽ 19-ന് $11,722 വരെ വില ഉയർന്നിരുന്നു. ലണ്ടൻ ഇന്റർനാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ വില ടണ്ണിന് £7,419 താഴ്ന്നിരിക്കുന്നത്. രാജ്യാന്തര വിപണിയിലെ വിലയിടിവിന്റെ ആഘാതം ആഭ്യന്തര വിപണിയിലും പ്രകടമാകുന്നു. ഈ മാസം ആദ്യം ഇടുക്കി ജില്ലയിലെ വിവിധ വിപണികളിൽ ഉണക്ക കൊക്കോയ്ക്ക് കിലോഗ്രാമിന് $1,075 വരെ വിലയുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞയാഴ്ച വില ശരാശരി $580-620 നിലവാരത്തിലേക്ക് താഴ്ന്നു. പച്ചക്കൊക്കോ വിലയിലും ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടു. വരണ്ടുണങ്ങുകയായിരുന്ന തേയിലത്തോട്ടങ്ങളിൽ വേനൽ മഴ ലഭിക്കാൻ തുടങ്ങിയതിനാൽ വിപണിയിലേക്ക് കൂടിയ അളവിൽ തേയില എത്തുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ഉൽപ്പാദനത്തിലെ കുറവ് കൊച്ചി ഉൾപ്പെടെയുള്ള ലേല കേന്ദ്രങ്ങളിലെ തേയില വരവിന് സാരമായി ബാധിക്കുന്നു. ലഭ്യതയിലെ കുറവ് വില ഉയരാൻ കാരണമായിട്ടുണ്ട്.